നമസ്തേ. 16/6/2025 തിങ്കളാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. തിങ്കളാഴ്ച ഇടവം, ചിങ്ങം, കന്നി, ധനു രാശിക്കാർക്ക് ശുഭവും. ഇടവം, ചിങ്ങം, കന്നി, ധനു രാശിക്കാർക്ക് ശുഭവും. മേടം, തുലാം, മകരം രാശിക്കാർക്ക് മധ്യമവും. മിഥുനം, കുംഭം, മീനം രാശിക്കാർക്ക് ദോഷവും. കർക്കിടകം, വൃശ്ചികം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. ഇനി നമുക്ക് വിശദമായ ഫലങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ തുടർച്ചയായി കിട്ടണം എന്നുള്ളവർ ഇതിലെന്തെങ്കിലും കമൻറ്റ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യുക. നിങ്ങൾക്കത് പ്രയോജനപ്രദമാണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിനകത്തുള്ള ദോഷങ്ങൾ, ഈ കഠിന ദോഷം എന്നൊക്കെ കേൾക്കുമ്പോൾ പേടിക്കണ്ട. ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ഈ ചാരഫലമനുസരിച്ച് പറയുന്ന ദോഷങ്ങൾക്ക് പരിഹാരം പറയുന്നുണ്ട്. ആ പരിഹാരം നാമജപവും ക്ഷേത്ര ദർശനവും ഈശ്വരാരാധനയും ഒക്കെയാണ്. അപ്പോൾ ദോഷം പറയുന്നവർ കൃത്യമായി നാമം ജപിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ഒക്കെ ചെയ്താൽ ഈ ദോഷങ്ങൾ കുറയും. അത് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ ചെയ്ത് ഗുണകരമാക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് ജീവിതത്തെ സുഖകരമാക്കുക, ആ ദിവസത്തെ സുഖകരമാക്കുക, നല്ലതാക്കി മാറ്റുക. അതാണ് വേണ്ടത്. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ. പിന്നെ ഇത് നിങ്ങളുടെ വ്യക്തിപരമായ ഫലമല്ല. വ്യക്തിപരമായ ഫലം ജാതകം നോക്കിയാൽ പറയാൻ പറ്റുള്ളൂ. ജാതക ഫലമാണ് വ്യക്തിപരമായ ഫലം എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ വിശദ വിവരങ്ങൾ, നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക. അതിനൊരു ഫീസും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം, വിശദ ഫലത്തിലേക്ക് വരാം. മേടം, അശ്വതി, ഭരണി, കാർത്തിക കാലം. മേടക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. പൊതുവെ മനസ്സ്, ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. ഒരു ആത്മവിശ്വാസമൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാകും. സ്വന്തം കഴിവിൽ വിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. സംശയമൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. മനസ്സും ബുദ്ധിയുമൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. ഒരു അഭിപ്രായ സ്ഥിരത ഉണ്ടാവും. മാതൃപിതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ കുറച്ച് മേന്മയുണ്ടാവും. അസുഖമൊക്കെ ഉള്ളവർക്ക് അതൊന്ന് കുറച്ച് കുറയുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ സഹോദര സ്ഥാനീയർ മേടൻ രാശിക്കാർക്ക് അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന ഒരു സമയം കൂടെയാണ്. ചെറിയ കടബാധ്യതയൊക്കെ വരാനുള്ള ഒരു സാധ്യത ഈ ദിവസമുണ്ട്. മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകും. പ്രത്യേകിച്ച് എടുത്തുചാട്ടം മൂലം വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പറയുന്ന വാക്കുകൾ മറ്റുള്ളവർ കേൾക്കുന്നത് അത്ര വേണ്ട രീതിയിലായിരിക്കില്ല. അങ്ങനെ വരുമ്പോൾ പറയുന്നത് കൊണ്ടുള്ള പ്രയോജനമില്ലാണ്ടാവും. അതുകൊണ്ട് വളരെ ശ്രദ്ധയും കരുതലോടും കൂടി വേണം വാക്കുകളെയൊക്കെ ഉപയോഗിക്കാൻ. വാക്കുകൾ മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലഘട്ടമാണ് ഈ ദിവസം. പ്രത്യേകിച്ച് മുൻകോപത്തെയൊക്കെ നിയന്ത്രിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. ധനപരമായ നഷ്ടമുണ്ടാകാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുപോലെ മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ജീവിത പങ്കാളിയുടെ സഹകരണം പല കാര്യങ്ങളിലും ലഭിക്കുമെങ്കിലും മക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതക്കുറവ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. എങ്കിലും അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ താനും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക.
മനസ്സൊന്ന് കൺട്രോൾ ചെയ്താൽ കുടുംബത്തിലെ സ്വസ്ഥത കുറവ് വീണ്ടെടുക്കാനായിട്ട് കഴിയുകയും ചെയ്യും. തൊഴിൽ രംഗം അനുകൂലമല്ല. തൊഴിലാളികളും സഹപ്രവർത്തകരും ഒന്നും അനുകൂലമായിരിക്കില്ല. എന്നാൽ മേലുദ്യോഗസ്ഥരുടെ ഒരു പിന്തുണ പല കാര്യങ്ങളിലും ഈ സമയത്ത് ലഭിക്കും. പൊതുവെ ഏഴരശ്ശേരി കാലഘട്ടമൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളും പ്രയാസങ്ങളും സഞ്ചാരങ്ങളുമൊക്കെ വേണ്ടി വരുന്ന ഒരു സമയമാണ്. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. ഇനി ഇടവം രാശി. ഇടവം രാശിക്ക് ശുഭകരമായ ഒരു ദിവസമാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശി. ഇടവം രാശിക്ക് ആരോഗ്യകാര്യത്തിൽ ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ഒരു ആത്മവിശ്വാസക്കുറവ് ഒക്കെ അനുഭവപ്പെടും. അലസത പ്രധാന ഒരു വിഷയമാണ്. അത് ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ പിത്തസംബന്ധമായ അസുഖങ്ങൾ, ദഹനക്കുറവ്, വിളർച്ച, ഉഷ്ണരോഗങ്ങൾ, നേത്രരോഗങ്ങളൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം. അതിൽ പൊള്ളലേക്കാനുള്ളൊരു സാധ്യത, അങ്ങനെയൊക്കെയുള്ള വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ഒരു പ്രതിരോധ ശക്തിക്കുറവ് പൊതുവേ അനുഭവപ്പെടുന്ന ദിവസമാണ് ഇടവം രാശിക്കാർക്ക്. എന്നാൽ മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. പക്ഷേ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ല. അവരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും. സഹോദരസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. ഭൂമി സംബന്ധമായോ അല്ലെങ്കിൽ ധനപരമായോ ഒക്കെ ചില കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സഹോദരസ്ഥാനീയരുമായിട്ട് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന ഒരു സമയമാണ്. ഈ കരൾ രോഗമുള്ളവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. വിദ്യാർത്ഥികൾക്ക് പൊതുവെ മേന്മയുള്ള ദിവസമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് പല പ്രശ്നങ്ങളും അതുകൊണ്ട് തന്നെ മാറിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വാക്കുകളൊക്കെ വേണ്ട രീതിയിൽ പ്രയോഗിച്ചാൽ മതി. പല പ്രശ്നങ്ങളിൽ നിന്നും മോചനം ഉണ്ടാവും. ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ കഴിയും. മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാവും. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. ഇങ്ങനെ ശുഭകരമായ ദിവസമാണെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് ഇടവക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ് ഈ സമയം. കുറച്ച് കാലത്തേക്ക് പുതിയ സുഹൃബന്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. അത് അനുകൂലമാകാത്ത സുഹൃബന്ധങ്ങളായി മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മിഥുനം രാശി ദോഷകരമായ ഒരു ദിവസമാണ്. എങ്കിലും ആരോഗ്യം പൊതുവെ അനുകൂലമായിരിക്കും. എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്നാൽ മനസ്സ് അത്ര അനുകൂലമല്ല. വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. മാതൃസ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാൽ പിതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും. ആസ്മ, മാനസിക അസ്വസ്ഥതയൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. അലർജി രോഗങ്ങളുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. ഒരു അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് മിഥുനം രാശിക്കാർക്ക് അല്പം പ്രയാസമുള്ള ദിവസമായിരിക്കും. സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ്. കടബാധ്യത വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയെ കാണണം. മറ്റുള്ളവരുമായി ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഈ വാക്കുകൾ മൂലം മിഥുനം രാശിക്കാർക്ക് ചില കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും അതൊക്കെ പരിഹരിച്ചു പോകാനും കഴിയും. ഒരു ദൈവാധീനക്കുറവ് അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും മിഥുനക്കൂറുകാർക്ക്. എല്ലാ കാര്യത്തിലും ഒരു തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. എന്തും വേണ്ടതുപോലെ നടക്കില്ല എന്നർത്ഥം.
കുടുംബത്തിലാണെങ്കിലും ഒരു സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടും. മക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിലംഗം അത്ര മേന്മയുള്ളതൊന്നുമല്ല. മേലുദ്യോഗസ്ഥരിൽ നിന്നും തൊഴിലാളികളിൽ നിന്നുമൊക്കെ അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ മിഥുനം രാശിക്കാർ ഈ ദിവസം ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് കാലത്തേക്ക് അവർക്കും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന കാലഘട്ടമല്ല. അതേപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളൊക്കെ വളരെയധികം നിയന്ത്രിക്കാനായിട്ട് മിഥുന രാശിക്കാർ ശ്രദ്ധിക്കണം. അനുകൂലമല്ലാത്ത സമയത്ത് അതൊക്കെ ഉപയോഗിച്ചാലുണ്ടാകുന്ന ദോഷങ്ങൾ പറയാതെ തന്നെ മനസ്സിലാക്കുക. കർക്കിടകം രാശിക്ക് കഠിന ദോഷമാണ് പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രം. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നന്നായി ഈശ്വരാരാധന നടത്തിയിട്ട് വേണം അവർക്ക് ആ ദിവസം ആരംഭിക്കാൻ കേട്ടോ. ഒട്ടും അനുകൂലമല്ല. ഒരു ആത്മവിശ്വാസക്കുറവ് പൊതുവെ അനുഭവപ്പെടും. അലസത ഉണ്ടാവും. ആരോഗ്യകാര്യം അനുകൂലമായിരിക്കില്ല. മനസ്സും ബുദ്ധിയും അനുകൂലമായിരിക്കില്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. ഒരു അഭിപ്രായ സ്ഥിരതയോടുകൂടി ഒരു കാര്യം പറയാനോ പ്രവർത്തിക്കാനോ കഴിയാത്ത ഒരു ദിവസമായിരിക്കും. അലർജി സംബന്ധമായ അസുഖങ്ങൾ, ആസ്മ, മാനസിക അസ്വസ്ഥത, ഉദര സംബന്ധമായ രോഗങ്ങൾ, പ്രത്യേകിച്ച് ഗർഭാശയ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. അതേപോലെ ഗർഭാവസ്ഥയിലിരിക്കുന്നവരും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതേപോലെ കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായി കലഹമുണ്ടാകും. മുൻകോപം മൂലം ചില നഷ്ടങ്ങളുണ്ടാകും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. വിദ്യാർത്ഥികളും വളരെയധികം ശ്രദ്ധിക്കണം. അനുചിതമായ സുഹൃബന്ധങ്ങളിൽ വീഴാതിരിക്കാനും മറ്റുള്ളവർ എന്തെങ്കിലും ഭക്ഷണങ്ങളോ കാര്യങ്ങളോ ഒക്കെ തന്നാൽ അത് സ്നേഹത്തോടു കൂടി നിരസിക്കാനും വിദ്യാർത്ഥികളായിരിക്കുന്ന കർക്കിടകക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇത്. ധനപരമായി നഷ്ടങ്ങളുണ്ടാകുന്ന സമയമാണ്. മക്കളും ജീവിത പങ്കാളിയും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല. കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനക്കുറവുമൊക്കെ ഉണ്ടാവും. തൊഴിലാളികളും അനുകൂലമല്ല. തൊഴിൽ സ്ഥാപനത്തിൽ നിന്നും മനസ്സിന് പ്രയാസകരമായ അവസ്ഥകളുണ്ടാവും. അപ്പോൾ ഇക്കരെയൊക്കെ ദുരിതങ്ങളുണ്ടാകുന്ന അല്ലെങ്കിൽ ദോഷങ്ങളുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് കർക്കിടകക്കാർക്കെങ്കിൽ അവർക്ക് ജാതകം അനുകൂലമാണെങ്കിൽ ദോഷങ്ങളൊക്കെ പകുതിയായിട്ട് കുറയും. എങ്കിലും ദോഷങ്ങൾ കുറച്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നന്നായി ഈശ്വരാരാധന നടത്തുക. ഒരു കാരണവശാലും ദോഷങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് കർക്കിടക രാശിക്കാർ ലഹരി കഴിക്കരുത്. സുഖബന്ധങ്ങളെയൊക്കെ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ അതിനൊക്കെ ഒരു പരിധി വരെ അനുകൂലമല്ലാത്ത സുഹൃബന്ധങ്ങളാകാതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടാകുകയോ ചെയ്യുക. ചിങ്ങം രാശിക്ക് ശുഭകരമായ ഒരു ദിവസമാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങം രാശിക്കാർക്ക് ശുഭകരമാണ്. മനസ്സും ശരീരവും ഒക്കെ അനുകൂലമാണ്. എല്ലാ കാര്യത്തിലും ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. അലസതയൊന്നും ഉണ്ടാവില്ല, സംശയം ഉണ്ടാവില്ല. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാം. പൊതുവേ ഒരു ഐശ്വര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ചിങ്ങം രാശിക്കാർക്ക്. മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ മേന്മയുണ്ടാകുന്ന ഒരു ദിവസമാണ്. സഹോദരസ്ഥാനീയർ അത്ര അനുകൂലമല്ല. ചെറിയ കടബാധ്യതയൊക്കെ വരാനുള്ളൊരു സാധ്യത അത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്ക് കടബാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും. മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും. തൊഴിൽ രംഗത്ത് അത്ര മേന്മയില്ല. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ അനുചിതമായ സുഹൃബന്ധങ്ങൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കുക. ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന പുതിയ കൂട്ടുകളൊക്കെ
വന്ന് വീഴാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കന്നിരാശി. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഗുണകരമായ ദിവസമാണ്. പൊതുവെ മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും. എല്ലാ കാര്യവും നല്ല ആത്മവിശ്വാസത്തോടെ ചെയ്യാൻ കഴിയും. അലസതയൊന്നും ഉണ്ടാവില്ല. സംശയമൊന്നുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃ സ്ഥാനീയർ, ഗുരുസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. ആരോഗ്യകാര്യത്തിൽ മേന്മയുള്ള ദിവസമാണ്, നേട്ടമുള്ള ദിവസമാണ്. വലിയ ദോഷങ്ങളില്ലാതെ ആരോഗ്യം നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. അതേപോലെ ചെറിയ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. മറ്റുള്ളവരുമായി ചെറിയ ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാവാം. ഈ കുടൽ സംബന്ധമായ അസുഖമുള്ളവരും ഒന്ന് ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധിവരെ അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ്. നല്ല വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് അതുമൂലം പല നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. ഒരു ദൈവാധീനക്കുറവ് അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും. കാര്യം പൊതുവെ അനുകൂലമൊക്കെയുള്ള ദിവസമാണ്, ശുഭകരമാണെങ്കിലും ഒരു ദൈവാധീനക്കുറവ് അനുഭവപ്പെടുന്ന ദിവസമാണ്. അതുകൊണ്ട് നന്നായിട്ട് ഈശ്വരാരാധന നടത്താനും ആ ദൈവാധീനക്കുറവിനെ പരിഹരിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവിത പങ്കാളിയൊക്കെ അനുകൂലമായിരിക്കും. എന്നാൽ മക്കളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും. തൊഴിൽ രംഗവും അത്ര മേന്മയുള്ളതല്ല. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും മേലുദ്യോഗസ്ഥരിൽ നിന്ന് പലവിധ സഹകരണങ്ങളും കിട്ടുകയും ചെയ്യും. ഇനി തുലാം രാശി. തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആരോഗ്യവും മനസ്സും അത്ര അനുകൂലമായിരിക്കില്ല. ശരീരത്തിനൊരു സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും. പ്രത്യേകിച്ച് അലർജി സംബന്ധമായ അസുഖങ്ങൾ, ആസ്മ ഒക്കെ ഉള്ളവർക്ക്. പൊതുവെ മാനസിക സ്വസ്ഥത കുറയുന്നതുകൊണ്ട് മനോരോഗ സ്ഥിതിയുള്ളവർ അല്ലെങ്കിൽ അതിന് മെഡിസിൻ കഴിക്കുന്നവരൊക്കെ കൃത്യമായി കഴിക്കുക. ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാത്തിലും അനുഭവപ്പെടും. അലസതയും സംശയമൊക്കെ ഉണ്ടാവും. ആരോഗ്യ അനുകൂലമല്ല. പ്രതിരോധ ശക്തി കുറവ് പൊതുവെ അനുഭവപ്പെടും എല്ലാ കാര്യത്തിലും. അതേപോലെ സഹോദര സ്ഥാനീയര പൊതുവെ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന ഒരു സമയമാണ്. കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ ശ്രദ്ധിച്ചാൽ നന്നായിട്ട് കഴിയും. ചില മുറിവുകൾ ഉണ്ടാകാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കുക. ചെറിയ തോതിലുള്ള അതൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. വാക്കുകൾ അല്പം ശ്രദ്ധയോടെ ഒരല്പം കരുതലോടെ ഉപയോഗിച്ചാൽ ഗുണകരമായ അവസ്ഥയുണ്ടാവും. പക്ഷേ വാക്കുകൾ പരമാവധി ഒന്ന് കുറയ്ക്കുക. മറ്റുള്ളവരോട് ആവശ്യമില്ലാത്ത സംഭാഷണങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് ദൈവാധീനം ഉള്ള ദിവസമായതുകൊണ്ട് പല കാര്യങ്ങളിലും അത് അനുകൂലമായി പ്രവർത്തിക്കും. എങ്കിലും വാക്കുകൾ കൂടെ ഒന്ന് അനുകൂലമാക്കുകയാണെങ്കിൽ നേട്ടങ്ങൾ കൂടുതലുണ്ടാവും. ജീവിത പങ്കാളി പൊതുവെ അത്ര അനുകൂലമൊന്നുമല്ല. മക്കൾ എന്നാൽ പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ജാതകം കൂടെ ഒന്ന് പരിശോധിച്ചിട്ട് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്നത് ആ നേട്ടങ്ങളെ ഉണ്ടാക്കുന്നതിന് വേണ്ടി സഹായിക്കും. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും തുലാം രാശിക്കാർക്ക്. ഇനി വൃശ്ചികം. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്കാർക്ക് കഠിന ദോഷമുള്ള സമയമാണ്. നന്നായി ഈശ്വരാധീനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. നന്നായിട്ട് നാമം ജപിക്കുക. ധർമ്മദേവ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിലൊക്കെ പോകുക. നാമജപം നിർബന്ധമായിട്ടും ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ഈ ദിവസത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ചെയ്യാൻ. കാരണം അനുകൂലമല്ല. പക്ഷെ ജാതകം അനുകൂലമാണെങ്കിൽ കുറച്ച് മധ്യമാവസ്ഥയൊക്കെ ഉണ്ടാവും. എങ്കിലും പൊതുവെ അത്ര മേന്മയുള്ള ദിവസം ആയിരിക്കില്ല വൃശ്ചികക്കൂറുകാർക്ക്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. പിന്നെ ക്ഷേത്ര ദർശനവും ഈശ്വരാരാധനയും ഒക്കെ ഉണ്ടാക്കിയാൽ, ഈശ്വരാരാധനയൊക്കെ ചെയ്താൽ ഏത് ദോഷങ്ങളെയും മാറ്റാൻ അത് മതി. അതുകൊണ്ട് ഭഗവാന്റെ നാമജപത്തോടെ മുന്നോട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം.
പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഒരു ആത്മവിശ്വാസക്കുറവുണ്ടാവും, അലസത ഉണ്ടാവും, എല്ലാത്തിനെയും സംശയത്തോടു കൂടി വീക്ഷിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവും, ഒരു പ്രതിരോധ ശക്തി കുറവുണ്ടാകും, ഉദര സംബന്ധമായ അസുഖങ്ങൾ, ആരോഗ്യകാര്യം പൊതുവെ അനുകൂലമായിരിക്കില്ല, മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല, മാതൃപിതൃസ്ഥാനികളൊന്നും അനുകൂലമായിരിക്കില്ല, ഒരു കാര്യവും വേണ്ട രീതിയിൽ അഭിപ്രായ സ്ഥിരതയോടെ ചെയ്യാൻ കഴിയില്ല, ജലദോഷം, ആസ്മ, മാനസിക അസ്വസ്ഥ, അതുപോലെ ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗർഭാവസ്ഥയിലിരിക്കുന്ന ആളുകളും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപകടങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും. പലപ്പോഴും പല പ്രശ്നങ്ങൾ മൂലം വേണ്ടപ്പെട്ടവരുമായിട്ട് കലഹമുണ്ടാകാം. കടബാധ്യത, അപകടങ്ങൾ, മറ്റുള്ളവരുമായി കലഹം, മുൻകോപം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ പ്രയാസങ്ങളുണ്ടാവും. വാക്കുകളൊന്നും അനുകൂലമായിരിക്കില്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. വാക്കുകൾ വളരെയധികം നിയന്ത്രിച്ച് ഉപയോഗിക്കുക. നമ്മൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവർ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയാലേ പറയുന്ന വാക്കുകൾ കൊണ്ട് പ്രയോജനമുള്ളൂ. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു സമയമല്ല ഇത്. നല്ലത് പറഞ്ഞാലും മറ്റുള്ളവർക്ക് മുഷിപ്പ് തോന്നുന്ന ഒരു സമയമാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് നിങ്ങൾ വാക്കുകളൊക്കെ കുറയ്ക്കുക. സംസാരം വളരെയധികം കുറയ്ക്കുക. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുക. ധനപരമായ നഷ്ടങ്ങളുണ്ടാകും. അംഗീകാരങ്ങളൊക്കെ മറ്റുള്ളവർ കൊണ്ടുപോകുന്നത് കാണേണ്ടി വരും, നമുക്ക് കിട്ടേണ്ട അംഗീകാരങ്ങൾ. അതുപോലെ മക്കളും ജീവിത പങ്കാളിയൊന്നും അനുകൂലമല്ല. തൊഴിൽ മേഖലയിലും അത്ര മേന്മയില്ല. അത് ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ വൃശ്ചികം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ലഹരി പദാർത്ഥങ്ങൾ പൊതുവെ അനുകൂലമല്ലാത്തപ്പോൾ അത് ഉപയോഗിച്ചാലുള്ള ദോഷങ്ങളൂടെ അറിയാലോ. അതിൽ അനുചിതമായ സുഖബന്ധങ്ങൾ ഉണ്ടാകാതിരിക്കാം. വീട്ടിലൊക്കെ സ്വസ്ഥയും സമാധാനമൊക്കെ കുറയുമ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ സന്തോഷത്തോടെ എന്തെങ്കിലുമൊക്കെ പറയുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ സുഹൃത്ത് ബന്ധം ഉണ്ടാവും. അതത്ര ഗുണകരമായി കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അങ്ങനെ അനുചിതമായ സുഹൃത്ത് ബന്ധങ്ങളെ സൃഷ്ടിക്കാതിരിക്കാനും വൃശ്ചിക രാശിക്കാർ വളരെ ശ്രദ്ധിക്കണം. ഇനി ധനുരാശിക്ക് പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ്. എന്നാൽ മനസ്സ് അത്ര വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. ബുദ്ധി അങ്ങോട്ട് തെളിഞ്ഞു കിട്ടുന്ന ദിവസമായിരിക്കില്ല. മാതൃസ്ഥാനീയരും അത്ര അനുകൂലമല്ല. ഈ ആസ്മ പോലുള്ള അലർജി രോഗങ്ങളുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. പൊതുവെ ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. വേണ്ട സമയത്ത് ചെയ്ത് തീർക്കാനും കഴിയും. എന്നാൽ സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ഭൂമി സംബന്ധമായോ ധനപരമായോ ഒക്കെ സഹോദര സ്ഥാനീയരായിട്ടൊക്കെ ചില കലഹങ്ങൾ ഉണ്ടാവാം. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവാം. കടബാധ്യത ഉണ്ടാവാം. വാക്കുകൾ അത്ര അനുകൂലമല്ല ധനുരാശിക്കാർക്ക് എന്നുള്ളത് കൊണ്ട് വാക്കുകൾ മൂലമുള്ള ചില ദുരിതങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. എങ്കിലും അവർക്ക് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാവും. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും. കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനവും ഒക്കെ ധനുരാശിക്കാർക്ക് കിട്ടും. തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമല്ല. തൊഴിൽ രംഗത്ത് മേലുദ്യോഗസ്ഥരോ തൊഴിലാളികളോ സഹപ്രവർത്തകരോ ഒന്നും തന്നെ അത്ര അനുകൂലമാകുന്ന സമയമൊന്നും അല്ല. ഇനി മകരം രാശി. ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. മകരം രാശിക്കാർക്ക് ഒരു ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. അലസതയൊക്കെ ഒഴിവാകും. എടുത്തുചാട്ടം, ആത്മവിശ്വാസം കൊണ്ടുള്ള എടുത്തുചാട്ടം ചിലപ്പോൾ അപകടം ഉണ്ടാക്കും. കാരണം ഈ ദിവസം മനസ്സങ്ങനെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. ബുദ്ധി വേണ്ട രീതിയിൽ തെളിഞ്ഞു കിട്ടില്ല. അപ്പോൾ എടുത്തുചാട്ടം മൂലം ബുദ്ധിയും മനസ്സും തെളിയാതെ എടുത്തു ചാടിയാലുണ്ടാകുന്ന പ്രശ്നം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക, എടുത്തായിട്ട് ഒഴിവാക്കുക. ആസ്മ, മാനസിക അസ്വസ്ഥതയൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കുക. അതേപോലെ ഉദര സംബന്ധമായ അസുഖമുള്ളവരും ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യതയൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും. ധനപരമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും തൊഴിൽ മേഖല വളരെ അനുകൂലമായിരിക്കും, മേന്മയുള്ളതായിരിക്കും. ഒരല്പം ദൈവാധീനം കുറയുന്ന ഒരു ദിവസമായതുകൊണ്ട്
നന്നായിട്ട് ഈശ്വരാരാധന നടത്തി ദൈവാധീനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണെങ്കിലും മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കുക. തൊഴിൽ മേഖലയിൽ നേട്ടങ്ങളുണ്ടാകും. മറ്റുള്ളവരുടെ അംഗീകാരങ്ങളൊക്കെ ലഭിക്കും. ഒരു കാരണവശാലും മകരം രാശിക്കാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുംഭം രാശി ദോഷകരമായ ദോഷമാണ്. അങ്ങനെ ദോഷകരമായ ദോഷമാണെങ്കിലും മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും. മാതൃസ്ഥാനികൾ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ചെറിയ അലസതയും ഒക്കെ ഉണ്ടാകും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. വേണ്ടപ്പെട്ടവരുമായി കലഹ സാധ്യത കാണുന്നുണ്ട്. വാക്കുകളെ വളരെയധികം നിയന്ത്രിച്ചുപയോഗിക്കണം. വാക്കുകൾ മൂലം നഷ്ടം വരാൻ സാധ്യതയുള്ള ഒരു ദോഷമായതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. എങ്കിലും ദൈവാധീനം ചെറുതായിട്ടുള്ള ദോഷമാണ്. അതിൻ്റെ ഒരു മേന്മയുണ്ടാവും. ഇപ്പോൾ നാമജപമൊക്കെ നടത്തുകയാണെങ്കിൽ ദൈവാധീനം വളരെയധികം വർദ്ധിക്കുകയും അത് ഗുണകരമായി വരികയും ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. മക്കൾ അനുകൂലമാണ്. ജീവിത പങ്കാളിയൊക്കെ അനുകൂലമാണ്. അതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനമൊക്കെ ഉണ്ടാവും. എങ്കിലും ബാക്കി കാര്യങ്ങളിൽ തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് നാമം ജപിക്കുക. തൊഴിലംഗം അനുകൂലമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ കുംഭം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. മീനം രാശി. മീനം രാശിക്ക് ദോഷകരമായൊരു ദോഷമാണ്. ആരോഗ്യം അനുകൂലമല്ല. മനസ്സ് അനുകൂലമല്ല. ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. എല്ലാത്തിലും അലസതയും സംശയവും ദേഷ്യവും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദോഷമായിരിക്കും. പിത്തസംബന്ധമായ അസുഖങ്ങളുള്ളവർ ശ്രദ്ധിക്കണം. ശരീരത്തിന് രോഗപ്രതിരോധ ശക്തി കുറവ് പൊതുവെ അനുഭവപ്പെടും. ആസ്മ, മാനസിക അസ്വസ്ഥത, ഉദരസംബന്ധമായ അസുഖങ്ങൾ, അതേപോലെ ഗർഭാവസ്ഥയിലുള്ളവർ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന മീനരാശിക്കാർ ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും. കടബാധ്യത ശ്രദ്ധിച്ചാൽ ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും. ചില ധനപരമായ നഷ്ടങ്ങൾ വരാൻ സാധ്യതയുള്ള ദിവസമായതുകൊണ്ട് കയ്യിൽ ധനം വരികയാണെങ്കിൽ അതപ്പോൾ തന്നെ കടം തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് അതിനു വേണ്ടി ഉപയോഗിച്ചാൽ അതങ്ങോട്ട് നടക്കും. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ അത് നടക്കില്ല. ഈ കടം തീർക്കലും നടക്കാതെ വരുന്നൊരവസ്ഥയുണ്ടാവും. അതുകൊണ്ട് കടം തീർക്കാനായിട്ട് മീനൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. അതിൻ്റെ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും. മക്കൾ അത്ര അനുകൂലമായിരിക്കില്ല. എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകും. ഈശ്വരാധീനത്തോടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിച്ചാൽ അത് ഒരു പരിധി വരെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഒരു പൊതുഫലമാണെന്ന് അറിഞ്ഞ് ഇതിനെ സമീപിക്കണമെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് പറയുന്നത് ചില കമൻറ്റുകളിൽ അത് വ്യക്തിപരമായ ഫലങ്ങളാണ് എന്ന് ധരിച്ചിട്ട് പറയുന്നത് പോലെ കാണുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. നല്ലതാക്കി എടുക്കാനായിട്ട് ഈ ദിവസത്തെ നല്ലതാക്കി എടുക്കാനായിട്ട് എൻ്റെ ഈ വീഡിയോയെ നിങ്ങൾ സ്വീകരിക്കുക. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ദോഷങ്ങൾ പറഞ്ഞിട്ടുള്ളതിനെയൊക്കെ മാറ്റാൻ നന്നായിട്ട് ഈശ്വരാധീനം വരുത്താം. അതേ നമുക്ക് ചെയ്യാനുള്ളൂ. നമുക്ക് മറ്റാരും നമ്മെ സഹായിക്കുമെന്ന് വിചാരിച്ചാലൊന്നും നടക്കില്ല. കാരണം മറ്റുള്ളവർക്ക് നമ്മെ സഹായിക്കണമെന്ന് തോന്നണ്ടേ. നമുക്കൊരു പ്രയാസമോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വരുമ്പോൾ ഒരാൾക്ക് നമ്മെ സഹായിക്കണമെന്ന് തോന്നണമെങ്കിൽ നമുക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവണം. അപ്പോൾ ഈശ്വരാനുഗ്രഹം കുറഞ്ഞാൽ നമ്മളുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഉള്ളപ്പോൾ ഒരാൾക്ക് നമ്മളോട് സംസാരിക്കാൻ പോലും തോന്നില്ല. അപ്പോൾ അങ്ങനെ തോന്നണമെങ്കിൽ പോലും ഈശ്വരാധീനം വേണം. അപ്പോൾ ആരും സഹായിച്ചില്ല എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അവരെ സഹായിച്ചിട്ട് എനിക്കൊരാവശ്യം വന്നപ്പോൾ അവൻ സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമുക്ക് സഹായം മേടിക്കാനുള്ള യോഗം. അപ്പോൾ എല്ലാ കാര്യത്തിലും ഈശ്വരാധീനം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ട് നന്നായി ഈശ്വരാധീനം ഇരിക്കുക. ഇതെല്ലാം നമ്മളുടെ ജീവിതാവസ്ഥയാണ് എന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവരിലേക്ക് നമ്മൾ കുറ്റം ആരോപിക്കുന്നതിനെ പരമാവധി ഒഴിവാക്കുക. നമ്മളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ദോഷങ്ങളെ ഒഴിവാക്കുക. ഈശ്വരനെ കൂടെ നിർത്തുക.
എല്ലാവരെയും ഈശ്വര അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ എൻ്റെ ദേവി.